ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴിന്ന് ഒരു ചേമ്പും 2-3 തക്കാളിയും വെച്ചുണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കറിയുടെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. ചോറിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് വെച്ച് കഴിക്കാൻ ബെസ്റ്റാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒട്ടും പാടില്ല കേട്ടോ ഉണ്ടാക്കാൻ. പിന്നെ ആണെങ്കിൽ നമ്മൾ ഓയിലൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു സവാള ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയൊക്കെ കുറച്ച് കനം കുറച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം, നീളത്തിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാവേ. ഇനി ഇതിലേക്ക് ഒരു 3 തക്കാളി എടുത്ത് ഞാനൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുതായിട്ട് തന്നെയാണ് ഒന്ന് അരിഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചേമ്പ് എടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം വലുതായിരുന്നു. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതാണ്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞാണ് ഒന്ന് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പം അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ കറിക്ക് ഒരു ചേമ്പിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഇനി എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണേ, 1 ടീസ്പൂണോളം ഉണ്ടാവും. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് അങ്ങോട്ട് ഈ സമയം ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് എണ്ണയൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ താളിപ്പായിട്ടൊക്കെ പിന്നീട് എണ്ണ ചേർക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് വേവാനും പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ നമുക്ക് താളിപ്പൊന്നും ഇല്ലെങ്കിലും ഈ കറി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്നിനി അടുപ്പത്തേക്ക് മാറ്റാം. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 6-7 മിനിറ്റ് മതിയാവും ഇതൊന്ന് വെന്ത് വരാൻ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് അടുപ്പത്തേക്ക് മാറ്റാം. ഇപ്പോൾ ഒരു 6-7 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ചേമ്പൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ചേമ്പിനകത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അമർത്തി നോക്കുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഇത് വെന്തു എന്നാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാമായിരിക്കും. പിന്നെ ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെല്ലാം പറയുന്നത്. അപ്പോൾ ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1.5 കപ്പോളം നമ്മളെ പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്തേക്കുന്നത്. അപ്പം പുളിയില്ലാത്ത തൈര് നല്ലപോലെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് വേണം ചേർക്കാൻ. തൊട്ട് മുന്നേ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയേക്കണം, അല്ലെങ്കിൽ ഈ തൈരൊക്കെ പിരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. നല്ലപോലെ അങ്ങ് മിക്സാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. അധികം പണിയൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇത്തിരി പോരാന്ന് തോന്നിയിട്ട്. അപ്പം നിങ്ങൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഇനി താളിപ്പൊക്കെ ആവശ്യമാണെന്ന് തോന്നുന്നവർ ഒരു താളിപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പ് മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒന്നും ചേർക്കുന്നില്ല, നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കിക്കോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.